നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിലൊക്കെ NRI കിഡ് അല്ലെങ്കിൽ ഗൾഫ് ചൈൽഡ് എന്ന് പറയുന്ന ഒരാൾ കാണുമല്ലോ. എൻ്റെ ഏറ്റവും അധികം മെമ്മറി ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ജെഫ്രി. ഓക്കെ, അവൻ്റെ ഒരു കസിൻ ഉണ്ട്, റോഹൻ എന്നാണ് പേര്. അവൻ +1 ആയപ്പോഴാണ് ഞങ്ങളോട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവന് വരുന്ന സമയത്ത് ഇവൻ സൗദിയിൽ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ആശാൻ വന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണോ അത്രയും സെറ്റപ്പിലാണ് ആശാൻ, ഇച്ചിരി ജാടയൊക്കെ കാണും എന്ന് നമ്മളോട് അങ്ങനെ വലിയിട്ട് മിങ്കിൾ ആവില്ല എന്ന് വിചാരിച്ചു. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ആരാ ഗൾഫ് ചൈൽഡ്, ഇതിൽ ഏതാ നാട്ടിലുള്ളതെന്ന് നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ നമ്മളെക്കാട്ടിൽ ഉടായ്പും തരികടയാണെന്ന് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൈയിട്ട് വരെയാണ് കഴിക്കുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും നല്ലപോലെ എല്ലാവരുടെയും പ്ലേറ്റിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നത് ആശാനായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, നമ്മൾ എവിടെ പോയാലും ഗൾഫിലാണേലും നാട്ടിലാണേലും ലാസ്റ്റ് വരുമ്പം മലയാളി തന്നെയാണ്. അപ്പം ഷെയർ ദിസ് വിത്ത് യുവർ ഉഡായിപ്പ് ഗൾഫ് ഫ്രണ്ട്സ്. എന്തായാലും നിങ്ങൾക്ക് കാണുമല്ലോ ഇതുപോലുള്ള കുറച്ചെങ്കിലുള്ള ഗൾഫ് ഫ്രണ്ട്സ്, അപ്പം അല്ലെങ്കിൽ NRI കിഡ്സ്. അപ്പോൾ നല്ല കുറേ മെമ്മറീസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും വരുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സ്റ്റോറീസ് ആയിട്ട് വരാം. അപ്പം ബൈ.